ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി ആയിട്ട് എത്തിയ ഒരുപാട് പേര് സ്ക്രീൻ സ്പേസിന് വേണ്ടി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ന് നടന്ന ബിൻസി മസ്താനി പ്രശ്നം ബിഗ് ബോസിനകത്തല്ല പുറത്തുനിന്നേ തുടങ്ങിയതാണെന്നാണ് മനസ്സിലാവുന്നത്. എന്തോ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വിഷയമെന്ന് തോന്നുന്നു. ഞാൻ ഈ പുറത്തെ ഇന്റർവ്യൂസ് ഒന്നും ഈ 24x ലൈവ് ഉള്ളതുകൊണ്ട് ഈ അടുത്തിടെയായിട്ട് ഫോളോ ചെയ്യാറില്ല. എന്തോ വീഡിയോ പിന്നീട് നമ്മുടെ ബിൻസി ചെയ്തു, അത് റിപ്പോർട്ട് അടിച്ച് അതിനെ കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മസ്താനി പറയുന്നുണ്ട്. സോ ആ ഇഷ്യൂ എനിക്കറിയില്ല. അത് കോംപ്രമൈസ് ആക്കാനായിട്ട് അകത്ത് വെച്ച് മസ്താനി സംസാരിക്കാൻ പോവുകയും അവിടെ വെച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ അതായത് നീ ഇവിടുന്ന് എങ്ങനെയാണ് പോയതെന്ന് നമ്മളെല്ലാം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ബിൻസി പറയുന്നു. നീ അച്ഛൻ്റെ ഓട്ടോയിലല്ലേ പോയതെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മസ്താനി പറയുന്നു. എനിക്ക് നല്ലൊരു തന്തയെങ്കിലും ഉണ്ട് എന്ന് ബിൻസി പറയുന്നു. അതായത് അതിനർത്ഥം നിനക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന അർത്ഥമാണല്ലോ. എനിക്ക് നല്ലൊരു തന്തയുണ്ട് എന്നുള്ള ഒരു സാധനം ബിൻസി പറയുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ 2 കാലിൽ ഇവിടെ നിന്ന് തിരിച്ചു പോവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ബിൻസി. അതുപോലെ നിന്റെ പുറത്തെ കഥകളൊക്കെ നാട്ടുകാർക്കറിയാം. പേരും മാറ്റി പുട്ടിയിട്ട് നടന്നാൽ പഴയതൊന്നും ആരും മറക്കില്ല എന്നും ബിൻസി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് പോകുന്നൊരു വഴക്കാണ്. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊന്നും എനിക്കറിയത്തില്ല. ഒന്നാമത് പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ഇതിനകത്ത് വെച്ച് ഇവർ രണ്ടുപേരും വഴക്ക് കൂടിന്നു. ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് മസ്താനി പറഞ്ഞത് ഒരു ആവശ്യമില്ലാത്ത ഡയലോഗായിട്ടാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. അത് ഭയങ്കര പേഴ്സണലാണ്. ഓട്ടോയിൽ പോയെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല. ഓട്ടോയിൽ പോയ എന്താ പ്രശ്നം? ഓട്ടോ ഓടിച്ച് ലോകത്ത് എത്രയോ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അഭിമാനമല്ലേ ഉള്ളൂ അതിനകത്ത്. അതിനിപ്പോൾ എന്താ കുഴപ്പം? ചാച്ചന്റെ ഓട്ടോയിൽ പോയെങ്കിൽ എന്താണ് പ്രശ്നം? അത് അഭിമാനമാണ് അല്ലേ? അതിനകത്തൊന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് അനാവശ്യമായിട്ട് മസ്താനി പറഞ്ഞൊരു ഡയലോഗാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബിൻസി ആണെങ്കിലും മസ്താനിയുടെ പുറത്തെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. അതായത് നീ പേര് മാറ്റി നടക്കുന്നു, പുട്ടിയിട്ട് നടക്കുന്നു, പഴയതൊന്നും ആരും മറക്കില്ല, നീ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, പിന്നെ പുറത്തെ കഥകളൊക്കെ നാട്ടുകാർക്ക് അറിയാം, അവർ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ എനിക്ക് നല്ലൊരു തന്തയുണ്ട്, ആ രീതിയിലൊക്കെ സംസാരിച്ച് പോകേണ്ട കാര്യം ബിൻസിയും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെയാണ് ഇന്നലെ അനുമോളടുത്ത് പോയിരുന്നിട്ട് അനുമോൾ ലൈഫ് വെച്ച് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെയാണ് എല്ലാ മനുഷ്യന്മാരും. ഈ കച്ചറ സ്വഭാവം ഇല്ലാത്തവർ വളരെ കുറവാണ്. ചില സമയങ്ങളിൽ അത് പുറത്തു വരും. ചിലര് അത് വളരെ ബുദ്ധിപരമായിട്ട് പുറത്ത് കാണിക്കാതെ നടക്കും. എനിക്കറിയാവുന്ന ഒരു പേഴ്സണൽ ഒരു മനുഷ്യനുണ്ട്. ഭയങ്കര ഉയർന്ന ജോലിയിലൊക്കെ ഇരിക്കുന്ന മനുഷ്യനാണ്. കണ്ടു കഴിഞ്ഞാൽ ആരും ഭയങ്കര ബഹുമാനത്തോടെ, ഭയഭക്തി ബഹുമാനത്തോടെയൊക്കെ നിൽക്കും. അത്ര മാന്യനായ മനുഷ്യനാണ്. പക്ഷെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അയാളെപ്പോലെ വൃത്തികെട്ടവൻ ലോകത്തില്ല. വാ തുറന്ന പച്ചത്തെറിയേ പറയുള്ളൂ. ഇയാൾ തന്നെയാണോ അല്ലാത്തപ്പോൾ ഇതിലൂടെ നടക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയാണ് മനുഷ്യന്മാർ. ചില സമയങ്ങളിൽ അവരുടെ വായിന്ന് വരുന്നത് വളരെ വൃത്തികേടായിരിക്കും. എന്നാൽ ഒരു ക്യാരക്ടറൊക്കെ പിടിച്ച് നമ്മൾ മാന്യമായിട്ട് അങ്ങ് നിന്ന് പോയാൽ അങ്ങ് നിന്ന് പോവും. അല്ലാതെ ഇവിടെ ആരും അങ്ങനെ 100% പെർഫെക്റ്റ് ഒന്നുമല്ല. എല്ലാ മനുഷ്യന്മാർക്കും കുറ്റവും കുറവും ഒക്കെ ഉണ്ട്. ഏതോ ഒരു സീസണിൽ റോബിൻ പറഞ്ഞതുപോലെ ബിഗ് ബോസിനകത്ത് നടക്കുന്ന ഫൈറ്റ് മറ്റേ നന്മയും തിന്മയും തമ്മിലുള്ള ഒന്നുമല്ല, തിന്മയും തമ്മിലുള്ള ഫൈറ്റാണ്. അതായത് ഏറ്റവും വലിയ തിന്മ ഏത്, ചെറിയ തിന്മ ഏതെന്ന് മാത്രം നമ്മൾ അതിനകത്ത് നോക്കിയാൽ മതി. എല്ലാവരിലും കാണും കുറ്റവും കുറവും ഒക്കെ. ഇപ്പോൾ തന്നെ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് പുറത്തെ കാര്യങ്ങളിലോട്ട് വരെ പോയി. ചാച്ചൻ്റെ ഓട്ടോയിലേക്ക് പോകുന്നു മസ്താനി. പുറത്ത് നീ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നീ പുട്ടിയിട്ട് നടക്കുന്നു, പിന്നെ നീ പേര് മാറ്റി നടക്കുന്നു, നിന്റെ സ്വഭാവമൊക്കെ നാട്ടുകാർക്ക് അറിയാം. പറഞ്ഞ് എവിടെയാണ് പോകുന്നത് നോക്ക്. അപ്പോൾ അത് എത്രത്തോളം പേഴ്സണൽ ആവുന്നു എന്ന് നോക്ക്. അപ്പോൾ എന്നിട്ട് ഇതേ ബിൻസിയൊക്കെ തന്നെ ഇന്നലെ എന്നിട്ട് അനുമോളെടുത്ത് അവരുടെ ലൈഫ് വെച്ച് കളിച്ചു. അടുത്തടുത്തിരുന്നാൽ എന്ത് കുഴപ്പം? ഇതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തൊന്നും ആരും പെർഫെക്റ്റ് അല്ല, ഉള്ള കാര്യം പറയാലോ. ഈ സീസണിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ട് കുഴപ്പങ്ങൾ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഒരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അതിനോട് യോജിക്കാൻ കഴിയാത്തത്. എല്ലാവരും തെറ്റുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നേ. ചിലപ്പോൾ കുറച്ച് കൂടുതൽ അവിടെ ഗെയിമിൽ ആക്റ്റീവായി നിന്ന ആളെന്നുള്ള നിലയിൽ അനുമോള് കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും തന്നെ വെച്ചോ. പക്ഷെ ബാക്കിയുള്ളവർ അതുകൊണ്ട് ആരും പുണ്യാളന്മാരൊന്നും ആവുന്നില്ല. അതുപോലെ ഇവിടെയും ഈ മസ്താനിയും ബിൻസിയും തമ്മിൽ പുറത്തുനിന്ന് അകത്തേക്ക് വന്നവരാണ്. ഇതിനകത്ത് വന്നിട്ട് അവർ ഇത്രയും വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പുറത്തു വെച്ച് പറഞ്ഞുകൂടി അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് സ്ക്രീൻ സ്പേസും ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നി. 4 ആൾ കാണട്ടെ ഞാൻ വലിയ സംഭവമാണ്, മാസാണ് എന്നുള്ള രീതിയിൽ. ഇതൊക്കെയാണ്, എല്ലാം കണക്കാണെന്നേ. കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.